സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മനോജിനെ തേടി വന്ന ആ ഗുണ്ടകളാണെങ്കിൽ കൃഷിനെ ആക്രമിക്കുന്നുണ്ട്. അതിൽ പരിക്കേറ്റ കൃഷിനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. കാര്യം അറിയാഞ്ഞിട്ട് വിഷമിക്കുന്ന കൺമണിയാണെങ്കിൽ പലതവണ സാഗറിനെയും സുജിയെയും മാറി മാറി വിളിക്കുന്നുവെങ്കിലും സാഗർ കോൾ കാണുന്നെങ്കിലും കോൾ എടുക്കുന്നുമില്ല. പിന്നീട് തിരികെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് സുചിത്രയുടെ ടെൻഷനും മറ്റു പ്രശ്നങ്ങളും അയാളെ വല്ലാണ്ട് വേട്ടയാടുന്നു. അതിനിടയ്ക്ക് കൺമണിയെ വിളിക്കുക എന്നുള്ള കാര്യം മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ കൺമണി ആകെ തകർന്നിരിക്കുവാണ്. അപ്പം ധനലക്ഷ്മിയും അച്ഛനും അമ്മായിയൊക്കെ ഒരു സൂചന പോലെ കൊടുക്കുന്നുണ്ട്. എന്തായാലും മനോജ് കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളുണ്ടായത്. കൃഷിനിങ്ങനെ ഒരു അപകടം പറ്റിയതും മനോജ് കാരണമാണ്. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഇനി അവർക്ക് ചിലപ്പോൾ ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് തോന്നി വിളിക്കാതിരിക്കുന്നതാണോ അല്ലെങ്കിൽ കോൾ എടുക്കാതിരിക്കുന്നതാണോ? അവരെന്തായാലും കോൾ എടുക്കാത്ത ഈ സാഹചര്യത്തിൽ കൺമണി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് കൺമണിയെ വിലക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് കൺമണിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. അതേസമയം മാനസയാണെങ്കിൽ നാട്ടുകാർ, അതായത് രാവിലെ വ്യായാമം ചെയ്യാൻ ഒരു ബാഗിനകത്ത് ഒരു പെൺകുട്ടി കിടന്ന് മൂളുന്ന സൗണ്ട് കേട്ടിട്ട് ബാഗ് തുറന്നു നോക്കുമ്പോൾ മാനസയെ കാണുന്നുണ്ട്. രക്ഷപ്പെടുത്തിയതിന് ശേഷം അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, എന്തായാലും പോലീസിനെ അറിയിക്കണം, ഒരു വല്ലാത്ത സാഹചര്യത്തിലാണല്ലോ ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും മാനസയ്ക്ക് മനസ്സിൽ വിചാരിക്കുന്നു, ഇനി പോലീസും കാണാൻ അറിഞ്ഞാൽ പ്രശ്നം മാറും, നാണക്കേടാകും. ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രാങ്ക് പോലെ ഒരു ആക്ടിംഗ് ഒക്കെ നടത്തിയിട്ട് മാനസ ആ വിഷയം കൈകാര്യം ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കൺമണിയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ജയമോഹനും ഹേമയും ചോദിക്കുന്നു. എന്നാൽ ഒന്നും പറയാൻ മാനസയ്ക്ക് അറിയത്തില്ല. ജയമോഹൻ്റെയും ഹേമയുടെയും വർത്തമാനത്തിൽ നിന്ന് മാനസ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അതായത് മനോജിനെ പോലീസ് കൊണ്ടുപോയെന്നും കഞ്ചാവ് കേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നു. മാത്രമല്ല കൃഷി ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും പറയുമ്പോഴത്തേക്കും മാനസിക സന്തോഷമാകുന്നു. വിവാഹം മുടങ്ങിയല്ലോ, ഇനി എന്തായാലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ പറ്റില്ല, ഇനി എൻ്റെ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളൊരു സന്തോഷമാണ്. അതിനിടയ്ക്ക് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, നമ്മുടെ കൃഷിനാണെങ്കിൽ മുറിവ് വലിയ ആഴത്തിലൊന്നുമല്ല, പക്ഷേ മുറിവ് ഉണങ്ങുന്നില്ല, ബ്ലീഡിങ് നിൽക്കുന്നേ ഇല്ല. സുചിത്രയ്ക്കോ സാഗറിനോ അങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവർക്കില്ല. പിന്നീട് ഡോക്ടർ വന്ന് പറയുന്നു, ഇപ്പോഴും കണ്ടീഷനിൽ വലിയ മാറ്റമൊന്നുമില്ല, ഇങ്ങനെ തുടരുന്നത് അത്ര നല്ലതല്ല. മേഡത്തിന് ഇങ്ങനൊരു പ്രോബ്ലം ഇല്ലെന്നല്ലേ പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് മകൻ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല, അതറിഞ്ഞാൽ മാത്രമേ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന സമയത്ത് സാഗറിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. സാഗർ മറച്ചു വെച്ച കാര്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ കൃഷ് അവരുടെ ശരിക്കുള്ള മകനല്ലേ. ദേവ്ജി വിളിച്ച് സാഗർ പറയുന്നു, കൃഷിൻ്റെ ഈ കണ്ടീഷന് കാരണം ഇനി അവർക്കും ആ രോഗമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താ ഒരു മാർഗം? അതിനൊരു മാർഗവുമില്ല, നേരിട്ട് പോയി കാര്യം തിരക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു മാർഗമെന്ന് ദേവ്ജിയും പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ സുചിത്രയ്ക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, സാഗർ എന്തോ കാര്യം തന്നീന്ന് മറച്ചു വെക്കുന്നെന്ന്. സാഗറിനോട് സുചിത്ര അത് ചോദിക്കുകയും ചെയ്യുന്നു, എന്തെങ്കിലും എന്നീന്ന് മറച്ചു വെക്കുന്നുണ്ടോ? എന്തായാലും എന്നോട് തുറന്നു പറയുമ്പോൾ സാഗർ പറയുന്നു, അതൊക്കെ തനിക്ക് ചുമ്മാ തോന്നുന്നതാ, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ലെന്ന്. നമ്മുടെ കൺമണിയാണെങ്കിൽ ആകെ വിഷമിച്ച് കൃഷിൻ്റെ വിവരമൊന്നും അറിയാൻ പറ്റാഞ്ഞിട്ടും മനോജിനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാഞ്ഞിട്ടും ഒക്കെ വിഷമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീനിവാസൻ, ധനലക്ഷ്മിയാണെങ്കിൽ കൊടുത്ത സ്വർണവും തൻ്റെ ഭർത്താവ് വരുത്തി വെച്ച ഈ മണ്ടത്തരം കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണോ എന്നൊക്കെ പറഞ്ഞ് തകർന്നിരിക്കുന്ന ശ്രീനിവാസനെയും കൺമണിയും കൂടുതൽ വട്ടുപിടിപ്പിക്കുന്നുണ്ട്. സ്വർണം നഷ്ടമായതിൻ്റെ പേര് കുത്തി പറയുന്ന ധനലക്ഷ്മിയോട് ശ്രീനിവാസനും കൺമണിയും ചോദിക്കുന്നു, ശരിക്കും ധനലക്ഷ്മിയുടെ പ്രശ്നം എന്താ? സ്വർണം പോയതാണോ അതോ മനോജ് ജയിലിൽ കിടക്കുന്നതാണോ? ഒന്നും പറയാനില്ലാതെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ധനലക്ഷ്മി കാണിക്കുന്നു. അങ്ങനെ എന്താകുമെന്ന് കാത്തിരിക്കാം. എന്തായാലും കൃഷ് സാഗറിൻ്റെ സുചിത്രയുടെയും മകനല്ല എന്നുള്ളൊരു സൂചനയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.